പയറാണ്. ഇതുകൊണ്ട് നമുക്കൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ആദ്യമായി ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. പയറൊക്കെ നമ്മൾ അരിഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, അതിൽ 2-3 പയർ മൂത്തതുണ്ടായിരുന്നു, അത് ആണ് ഈ ചെറിയ പയർ. ഒരു സവാള അരിഞ്ഞത്, 2 മീഡിയം, 2 പച്ചമുളക് അരിഞ്ഞത്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചാച്ചി വെച്ചിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, മീൻസ് ഇതിൻ്റെ പുറത്ത് തളിക്കാനായുള്ള വെള്ളം, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, കടുക്. ഇത്രയാണ് ഈ അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. വളരെ കുറച്ച് പയറേ ഉള്ളത് കാരണം കുറച്ച് കടുക് മതി. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള വാടുമ്പോൾ അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയത്, ഒരു 2 വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പില, 2 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇതോടൊപ്പം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് നോക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റാം. കുറച്ച് പയറുള്ളത് കാരണം നമുക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. എല്ലാം ചെറുതായി ഒന്ന് വാടുമ്പോൾ അത് നമുക്ക് പയർ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അച്ചിങ്ങാപ്പയർ ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ചേർക്കാം. നന്നായി ഇളക്കി വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഇളക്കിയ ശേഷം അടച്ച് വെച്ച് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വേകാനുണ്ട്. വഴന്നാൽ മാത്രം മതി. അടപ്പൊന്ന് തുറന്ന് നോക്കാം. അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, എന്നാലും 1 നുള്ളുപ്പും കൂടി ചേർക്കാം. നാടൻ അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. എല്ലാം തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മെഴുക്ക്
മെഴുക്കുവരട്ടി റെഡി.